ഹലോ കൂട്ടുകാരെ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ബ്രൈഡൽ മേക്കപ്പിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന കുട്ടികളുടെ ഇടയിൽ പ്രചരിക്കുന്ന ഒരു കാര്യമാണ് എന്റെ ഫ്രീലാൻസ് മേക്ക് ഓവർ. എന്നോട് ബ്യൂട്ടി പാർലറിൽ പോയി മുടിയിലോ മുഖത്തോ ഒന്നും തന്നെ ചെയ്യരുത്, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഒരു ക്ലീനപ്പ് ചെയ്യാം എന്ന് പറയുന്നത്. വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നയാളാണ് ഞാൻ. നമ്മൾ മേക്കപ്പിന്റെ മുന്നോടിയായി മാത്രമല്ല, ഒരു ബ്രൈഡ് മറ്റൊരു ക്ലൈമറ്റിൽ ജീവിക്കേണ്ടി വരുമ്പോഴും അതുപോലെ തന്നെ അവരുടെ ഫേസിൽ ആക്നെ, പിമ്പിൾ എന്നീ കാരണങ്ങൾ ഉണ്ടാകുമ്പോഴും കൂടാതെ ഇവരുടെ ഫേസിനെയും ഹെയറിനെയും ഷൈനിങ് ആക്കി മാറ്റാനുമാണ് നമ്മൾ ഫേഷ്യൽ അതേപോലെ തന്നെ ഹെയർ ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നത്. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നല്ലൊരു ടെക്നീഷ്യനെ സമീപിക്കുക. എങ്കിൽ നിങ്ങൾക്ക് 3 ദിവസം തുടർച്ചയായും മേക്കപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്, യാതൊരു സൈഡ് എഫക്റ്റും കൂടാതെ തന്നെ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നവർ കൊണ്ടുവരുന്ന മേക്കപ്പ് പ്രൊഡക്റ്റിന്റെ ബ്രാൻഡും അതിന്റെ എക്സ്പയറി ഡേറ്റുമാണ്. വീണ്ടും ഒന്നുകൂടി പറയട്ടെ, എന്റെ അടുത്ത് വരുന്ന പല ബ്രൈഡ്സും ഒരാഴ്ചയ്ക്ക് മുന്നേ കല്യാണം ഉറപ്പിച്ച് തയ്യാറായി വരുന്നവരാണ്. ഇവരോട് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ ഫേസിലോ മുടിയിലോ എന്ത് ചെയ്താലും ഞങ്ങൾ പറയുന്ന രീതിയിൽ ആഫ്റ്റർ കെയർ വീട്ടിൽ ചെന്ന് നന്നായി ചെയ്യണമെന്നുള്ളതാണ്. ഇങ്ങനെ ഒരു നല്ല ടെക്നീഷ്യൻ, നല്ല ബ്യൂട്ടി പാർലറിൽ പോയി നല്ലൊരു ടെക്നീഷ്യൻ പറയുന്ന പോലെ അനുസരിച്ചാൽ നിങ്ങൾ ഏത് മേക്ക് ഓവറിനെ വിളിച്ച് നല്ല ബ്രാൻഡുള്ള പ്രൊഡക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഫേസിലോ മുടിയിലോ ഒരു ഡാമേജും വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് വീണ്ടും ഊന്നി പറയാണ് ഞാൻ.